എല്ലാവർക്കും നമസ്കാരം. ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി, വേറെ മാർഗമില്ല. ഞാൻ ഇപ്പോൾ അടുത്ത കാലത്ത് കുറച്ച് വീഡിയോസൊക്കെ കണ്ടായിരുന്നു. എൻ്റെ കാര്യം വേറെ വഴിയില്ല. അതുകൊണ്ട് പറയാം, 10 കൊല്ലം എന്നെ ഉപദ്രവിക്കുക. 10 കൊല്ലം ഒരു മനുഷ്യനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ലോ, ഇൻ ദ നെയിം ഓഫ് ലോ. ഇപ്പൊ പേരെടുത്ത് പറയാൻ പറ്റില്ലല്ലോ. അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം, എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാനാണ്. ആണല്ലേ, പറയാൻ പാടില്ല. എത്ര സങ്കടം ഉണ്ടെങ്കിലും മനസ്സിൽ വയ്ക്കണം, ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലേ. ഈ മീഡിയയെ കുറിച്ച് ഒരു കാര്യം പറയണം. മീഡിയ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നല്ല നല്ല കാര്യങ്ങൾ. ഇന്നും കൂടെ ഞാൻ ന്യൂസ് കണ്ടായിരുന്നു. നല്ല ചില സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്നുണ്ട്, ചില അസത്യങ്ങളും പറയും ഫോർ ദ വ്യൂസ്. ആனா മീഡിയയെ ചതിക്കുന്ന ഒരാളുണ്ട് കേരളത്തില്, അറിയാമോ? ഒന്നു വേണ്ട പറഞ്ഞ് നടക്കുന്ന ഒരാളുണ്ട് ഇവിടെ. ഇതെല്ലാം പുറത്ത് വന്ന 10 കൊല്ലം 10 years ഇപ്പൊ എനിക്ക് വിവാഹം കഴിച്ചു. என்னுடைய വൈഫ് പിറന്ന നാളാണ്. കേസ് 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 എന്ത് ചെയ്യും ഞാൻ എവിടെ ഉള്ളത്? ഇന്ന് രാവിലെ വൈക്കം അമ്പലമില്ല, ശിവക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കുടുംബമായിട്ട്, എൻ വൈഫ്, എൻ മാമിയാർ, അവളുടെ അനിയത്തി, എന്നോട് ചിത്തപ്പ, എല്ലാവരും വന്നിട്ടുണ്ട്. കോക്കിലയുടെ പിറന്നനാൾ 2 ദിവസത്തില് 27 വിശേഷങ്ങളുണ്ട്. ഇവിടെ നിയമമുണ്ടോ? കേരളത്തിൽ ഈ ലോകത്ത് നിയമമുണ്ടോ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? എന്താ നമ്മൾ ചെയ്യേണ്ടത്? മീഡിയയെ ചതിക്കുന്ന ഒരാളുണ്ട് ഇവിടെ. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇനി എന്നെ ഉപദ്രവിച്ചാൽ ഞാൻ വലിയ പ്രസ് മീറ്റ് വയ്ക്കും, എല്ലാ സത്യങ്ങളും തുറന്നു പറയും. ഇത് നടക്കും, എഴുതി വെച്ചോളൂ, നടക്കും. എല്ലാ ഏഷ്യാനെറ്റ്, മനോരമ ന്യൂസ് എല്ലാരെയും വിളിക്കുന്നതാണ്. സത്യങ്ങൾ തുറന്നു പറയും. അപ്പൊ നിങ്ങൾ നെറ്റിപ്പോവും. പട്ടാതെ കൊണ്ട് കേട്ടോ, ഒന്ന് ക്ഷമിക്കണം. താങ്ക് യു. എന്നാ വിളിച്ചു, എല്ലാം വിഷം വെച്ച് കൊണ്ടിടുங்க 2 പേരെയും.